പുട്ടും തക്കാളിക്കറി ഉണ്ടാക്കിയാലോ? ഞാൻ 4th ഇയർ നഴ്സിംഗ് പഠിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കണം. പക്ഷെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു കെറ്റിൽ പോലും യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഈ അടുപ്പുണ്ട്, ഗ്യാസ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മടിയാ. അത് പിന്നെ അങ്ങനെയല്ലേ, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് നമുക്കൊരു വില ഉണ്ടാവില്ല. ഇത് ഹോസ്റ്റൽ തന്നെ കേട്ടോ. ഞാൻ ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ സെൽഫ് കുക്കിംഗ്, അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടത് ഞാൻ തന്നെ ഉണ്ടാക്കണം, വേറെ ആരും ഉണ്ടാക്കി തരൂല. ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് കെറ്റിൽ ഒറ്റയ്ക്ക് മാഗിയൊക്കെ ഉണ്ടാക്കി തിന്നായിരുന്നു, ആരും കാണാതെ. ആദ്യം മാഗിയിൽ തുടങ്ങിയത് പിന്നെ അതൊരു തക്കാളിക്കറിയും മുട്ടക്കറിയൊക്കെ ആവാൻ തുടങ്ങി. തട്ടിക്കൂട്ട് കറിയാണെങ്കിൽ അതിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ എന്റെ പഴയ ഫ്രണ്ട്സിന് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടാവും. ഞങ്ങൾ 4 വർഷം പെട്ടെന്നാണ് വരുന്നത്. ഇപ്പൊ ഇതാ ഗ്രാജുവേഷനാണ് വരുന്നത് ഈ മാസം 31. ഈ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നഴ്സിംഗ് കാലഘട്ടമൊക്കെ ഓർമ്മ വന്നു. ഇവിടെ ഇപ്പൊ സമയത്തിന് ഫുഡ് കഴിച്ചോ ചോദിക്കാനും ആടനും ഇല്ല, സമയത്തിന് ഫുഡ് കൊണ്ടുതരാൻ ചേട്ടന്മാരും ഇല്ല, ആരുമില്ല. എനിക്ക് വേണ്ടത് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഇതുവഴി പറഞ്ഞു ഞാനിപ്പോൾ എൻ്റെ തക്കാളിയൊക്കെ മുറിച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ക്ലീനിങ് പരിപാടിയും കൂടിയേ ഉള്ളൂ. നമുക്ക് പറ്റുന്നിടത്തോളം ലൈഫ് എൻജോയ് ചെയ്യാം, അത് എത്ര കാലമാണെങ്കിലും കൂടി. ചില സമയങ്ങളിൽ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ലൈഫ് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാകും. എന്തായാലും ചൂസ്.